കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം 6 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിച്ചു. ഉത്തരാഖണ്ഡിലെ ലിബു ലേക്ക്, ഹിമാചൽ പ്രദേശിലെ ഷിപ്കില എന്നീ ചുരങ്ങൾ ഉൾപ്പെടെയുള്ള കരമാർഗങ്ങളിലൂടെയാണ് ഇരു രാജ്യങ്ങളും വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. കൂടാതെ സിക്കിമിലെ ചരിത്രപ്രസിദ്ധമായ നാഥുല പാസ് വഴിയുള്ള വ്യാപാര ഇടപാടുകളും ഇതോടൊപ്പം സജീവമായിട്ടുണ്ട്. 6 വർഷത്തിന് ശേഷമാണ് ഭാരത ചൈന അതിർത്തി വ്യാപാരം വീണ്ടും തുടങ്ങിയത്. ഉത്തരാഖണ്ഡിലെ ലിബുലേക്ക് ചുരവും ഹിമാചൽ പ്രദേശിലെ ഷിപ്കില ചുരവും സിക്കിമിലെ നാഥുല ചുരവും അടക്കം ഏതാനും കര അതിർത്തി വഴിയാണ് വ്യാപാരം പുനരാരംഭിച്ചത്. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ചരിത്രപ്രസിദ്ധമായ പരമ്പരാഗത പാതകളിലൂടെയുള്ള അതിർത്തികളിലെ വ്യാപാരം നിർത്തിയത്. കോവിഡ് അവസാനിച്ചെങ്കിലും ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുവാൻ കഴിഞ്ഞില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പരമ്പരാഗത പാതകൾ വഴിയുള്ള വ്യാപാരം പുനരാരംഭിക്കാനുള്ള തീരുമാനം. അതിർത്തി മേഖലയിലെ വ്യാപാരികൾക്കും വലിയ ആശ്വാസമാണ് നടപടി. കമ്പിളി, കാർഷിക ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയുടെ കൈമാറ്റം പ്രധാനമായും അതിർത്തി വ്യാപാരങ്ങളിലാണ് നടക്കുന്നത്. നിശ്ചിത എണ്ണം വ്യാപാരികളാണ് അതിർത്തി കടന്നു പോവുക. ചൈനയിലേക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കൾ വ്യാപാരം ചെയ്യാനും സാധിക്കില്ല. ജനം, ഡൽഹി.